ഇന്ന് നമ്മൾ ഒരു സിമ്പിളായിട്ടുള്ള ബ്രേസ്ലെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചാർക്കോൾ സൈസ് ബീഡ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് ബീഡോ ഇഷ്ടമുള്ള ഏത് ബീഡാണെങ്കിലും എടുക്കാം. പിന്നെ ഞാനത് ക്രിസ്റ്റൽ ടെക് എന്ന് പറഞ്ഞിട്ടുള്ള ലാസ്റ്റിക് ത്രെഡുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബ്രേസ്ലെറ്റിൻ്റെ ത്രെഡ് ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്നുണ്ട്. അതിലൊന്നാണ് ലാസ്റ്റിക് ത്രെഡ്. ഇത് അത്യാവശ്യം കുറച്ച് മാത്രമേ വലിയുള്ളൂ. നന്നായിട്ട് വലിഞ്ഞ് അതാവണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വേറൊരു മെറ്റീരിയലുണ്ട്, ലാസ്റ്റിക് ത്രെഡ് തന്നെയാണ് വൈറ്റ് കളറിൽ വരുന്നത് കേട്ടോ. അതുപോലെ ഇപ്പം ഞാനിവിടെ ത്രെഡ് കട്ട് ചെയ്യാതെയാണ് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മെഷർമെൻറ്റ് എടുക്കേണ്ടതെന്ന് അറിയണം വേണ്ടേ? അല്ലാതെ നമ്മളിത് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി. ഞാൻ വീഡിയോ അളവെടുക്കുന്നത് മാത്രമായിട്ട് കാണിക്കാം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈയുടെ അളവിനനുസരിച്ചാണ് നമ്മളൊരു ബ്രേസ്ലെറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. ആദ്യം നിങ്ങൾ ഒരു നൂലെടുക്കുക. ആ നൂലിനെ കുഞ്ഞിൻ്റെ കയ്യിലൊന്ന് ചുറ്റി നോക്കുക. നൂല് മീൻസ് ചരടോ അങ്ങനെ എന്തെങ്കിലും. എന്നിട്ട് ഒരു സ്കെയിൽ വെച്ച് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബ്രേസ്ലെറ്റിൻ്റെ കറക്റ്റ് അളവ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ഞാൻ കൊടുക്കുന്നത് ഒന്ന് ബ്രേസ്ലെറ്റിൻ്റെ അളവെടുക്കുന്നതും രണ്ടാമത് നമ്മൾ ബ്രേസ്ലെറ്റിൻ്റെ ലോക്ക് ഇടുന്നതുമാണ്. ഓക്കെ. അതായത് ഇങ്ങനെ കെട്ടുന്നില്ലേ, ഇങ്ങനെ കെട്ടിയെടുക്കുന്നത് പെട്ടെന്ന് അഴിഞ്ഞു പോകുന്ന ടൈപ്പും ഉണ്ട്, അയ്യാത്ത ടൈപ്പും ഉണ്ട്. ഓക്കെ. എല്ലാവർക്കും ഇങ്ങനെ കെട്ടാനറിയാം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ മിക്ക ആളുകളും കെട്ടിയെടുക്കുമ്പോൾ എന്താവും, പെട്ടെന്ന് അഴിഞ്ഞു പോകും. അപ്പോൾ നോർമലി ബ്രേസ്ലെറ്റൊക്കെ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ കുറച്ചൊക്കെ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് കാണിക്കാം. ഇങ്ങനെയായിരിക്കും നിങ്ങൾ കെട്ടുന്നത്. അപ്പോൾ ഈ ഒരു നിങ്ങളെടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു മുറുക്കി എന്നിട്ട് എന്ത് ചെയ്യും, ഒരു റൗണ്ട് ഇങ്ങനെ, പിന്നെ ഒരു റൗണ്ട് ഇങ്ങനെയും കെട്ടിക്കൊടുക്കും അല്ലേ. പക്ഷേ ഇത് നിങ്ങൾ നോക്കിക്കേ, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവനായിട്ടും അഴിഞ്ഞു പോരും. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയല്ല നമ്മൾ കെട്ടേണ്ടത്. ശ്രദ്ധിച്ച് നോക്കുക. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഒന്ന് ലോക്ക് ചെയ്യുന്നതും ഒന്ന് മെഷർമെൻറ്റ് എടുക്കുന്നതുമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ആദ്യം ഒരു റൗണ്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് വലിച്ച് മുറുക്കണം. ത്രെഡ് മൊത്തം, അതായത് നമ്മൾ ബീഡ്സുകൾ മൊത്തം അടുത്ത് വന്നിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് വരണം. എന്നിട്ട് ഇത് നോക്കിക്കേ, ഒരു റൗണ്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുക. കണ്ടില്ലേ? എന്നിട്ട് ഒന്നും കൂടെ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒന്നും കൂടെ ചുറ്റിയെടുക്കുക. എന്നിട്ടൊന്ന് വലിച്ചു മുറുക്കുക. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ടിരിക്കും. എന്നിട്ട് ഒന്നും കൂടെ ഒരു റൗണ്ട് എടുത്ത് എന്നിട്ട് ഒരു റൗണ്ടും കൂടെ ചുറ്റുക. കണ്ടോ? എന്നിട്ടൊന്ന് മുറുക്കുക. നന്നായിട്ടൊന്ന് വലിച്ച് മുറുക്കുക. കണ്ടോ? നന്നായിട്ട് ടൈറ്റായി. ഇതിനി എങ്ങനെ വലിച്ച് കളഞ്ഞാലും ഈ സാധനം പൊട്ടിപ്പോരില്ല. കണ്ടില്ലേ? അപ്പോൾ എങ്ങനെയാണ് ബ്രേസ്ലെറ്റ് ടൈറ്റ് ചെയ്യുന്നതെന്നുള്ളത് കണ്ടല്ലോ. ബ്രേസ്ലെറ്റ് കെട്ടിയെടുക്കുന്നത്. ഇനി ഇതിൻ്റെ എൻഡ് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ലേറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുകയല്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ എൻഡിൽ ഇങ്ങനെ കുറച്ചൊരു പിടുത്തം കിട്ടും. കുറച്ചും കൂടെ ഒരു തടി ആ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ. നിർബന്ധമല്ല, വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കെട്ടിയിട്ട് ഗ്രൂപ്പിൽ കാണിക്കുക കേട്ടോ.